ഈ ബിസിനസ് എങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാം. വെറും സിമ്പിൾ ഒരു 10 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ഈ ബിസിനസ്സിൽ വെറും സിമ്പിൾ ആയിട്ടുള്ള വളരെ എളുപ്പത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു 10 സ്റ്റെപ്പ്, 10 കോർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ആ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വളരെ യങ് ആയിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വം, നമ്മുടെ തൃശ്ശൂർ ടീമിന്റെ അല്ല മൊത്തം ഓൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നാമം വളരെ അധികം വിശേഷമാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമ്മുടെ 10 കോർ സ്റ്റെപ്പ് എന്നുള്ള ആ ഒരു ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ തൃശ്ശൂരിന്റെ ഗ്രേറ്റ് ലീഡർ മിസ്റ്റർ സുധീഷ് മാർനാട് ഓൺ സ്ക്രീൻ. പലപ്പോഴും ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 കോർ സ്റ്റെപ്പ് 10 സ്റ്റെപ്പുകളെ പറ്റിയിട്ടാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. പല ആൾക്കാരും ലൈഫിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്, ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ലൈഫിൽ മാറ്റം ഉണ്ടായാൽ വളരെ ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ തൊടുന്നെല്ലാം പൊന്നാക്കുന്ന ആൾക്കാരും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആ രീതിയിലായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റം അത് കൈവരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സുകളാണ്, അല്ലെങ്കിൽ 10 സ്റ്റെപ്പുകളാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. 10 സ്റ്റെപ്പുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാനായിട്ട് സാധിക്കും, എഴുതി തരാനായിട്ട് സാധിക്കും. ഈ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ യഥാവിധി ഫോളോ ചെയ്യുകയാണെങ്കിൽ 100%, 99.99 പോലും അലൗഡല്ല, 100% ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതിന്റെ ഒരു ഉറപ്പ് എനിക്ക് നൽകാനായിട്ട് സാധിക്കും. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ 2 സക്സസ് സ്റ്റോറി നിങ്ങൾ കേട്ടു. ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിന്നിംഗ് ടീം ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന മിറാക്കുലസ് ആയിട്ടുള്ള ഗ്രോത്തിന് അടിസ്ഥാനം ഈ 10 സ്റ്റെപ്പുകളാണ്. ശബരിമലയിലെ 18 നട ഇത് കയറി കഴിഞ്ഞാൽ ജീവിതത്തിൽ സായുജ്യമണിയാ, അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ നേടും, അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം പുണ്യം നേടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പല ആൾക്കാരുടെയും വിശ്വാസമാണ്, നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, പക്ഷെ പല ആൾക്കാരുടെയും വിശ്വാസമാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ ഏറ്റവും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന 10 സ്റ്റെപ്പുകളെ പറ്റിയിട്ടാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ദ സ്റ്റെപ്പ് ഈസ് നത്തിങ് ബട്ട്, സ്റ്റെപ്പ് 1ലേക്ക് നമുക്ക് പോകാം. സ്റ്റെപ്പ് 1 ഈസ് യു ഷുഡ് ഹാവ് എ ഡ്രീം. ഡ്രീം എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. ഡ്രീം മസ്റ്റ് ബി പെയിൻഫുൾ ആൻഡ് അൺകോംപ്രമൈസബിൾ ഡ്രീം ആൻഡ് ബാക്ക്ഡ് അപ്പ് ബൈ പെയിൻ. പാക്ഡ് അപ്പ് ബൈ ഫിയർ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. പാക്ഡ് അപ്പ് ബൈ ഫിയർ, പെയിൻഫുൾ ആയിരിക്കണം, അൺകോംപ്രമൈസബിൾ ആയിരിക്കണം, ആ സ്വപ്നത്തിന് ഒരു ഫിയർ ഉണ്ടാവണം. ഞാൻ റീസെന്റ് നമ്മുടെ പ്രളയ സമയത്ത് ചാലക്കുടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റോറിയെ പറ്റി ഷെയർ ചെയ്യാം. ചാലക്കുടിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു 30 വയസ്സാണ്. റീസെന്റ് കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല, ചെറിയ കുട്ടിയുണ്ട് ആൾക്ക്. അപ്പോൾ പ്രളയമാണ്, മുറ്റത്തൊക്കെ വെള്ളം ഇങ്ങനെ കയറി തുടങ്ങി, ഏകദേശം മുട്ടോളം വെള്ളമുണ്ട്. അപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ല, അവര് വെള്ളം ഇനി പൊന്തും വീട് മാറുന്നുള്ള ചിന്തയൊന്നും അപ്പൊ വന്നു തുടങ്ങിയിട്ടില്ല, അവരവിടെ ഇരിപ്പാണ്. അപ്പൊ നല്ല രസമാണ്, കാരണം എന്താ, ഭാര്യയും ഭർത്താവും കുട്ടിയും, ശല്യപ്പെടുത്താൻ ആരും പുറത്തുനിന്ന് വരുന്നില്ല, അവരും കളിച്ചും ചിരിച്ചൊക്കെ നിൽക്കുകയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അപ്പൊ ആ സമയത്ത് ഭാര്യ ഇങ്ങനെ രസത്തിൽ തട്ടിമുട്ടിയൊക്കെ പറഞ്ഞു, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ, അല്ലേ? നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും, പ്രത്യേകിച്ച് വൈഫിനൊക്കെ ഇങ്ങനെ പല ആഗ്രഹങ്ങൾ തോന്നും. ആ സമയത്ത് നമ്മൾ എന്താ പറയാ, നമുക്ക് ഈ സമയത്ത് ഈ മഴയത്ത് പുറത്തു പോകാനുള്ള താല്പര്യം ഉണ്ടാവുമോ? അതും ആളുടെ ഡ്രീമാണ്, പക്ഷെ അത് അത്ര പവർഫുൾ അല്ല. നമ്മൾ പറയും, ഓ ഈ മഴയത്തൊന്നും പോടി അവിടുന്ന്, ഒരു കളിയും ചിരിയും ഒരു രസത്തിലും ഒരു തമാശയ്ക്കൊക്കെ നമ്മൾ പറഞ്ഞ് പിന്നെ എന്ന രീതിയിൽ, അല്ലെങ്കിൽ 2 ദിവസം മഴ മാറട്ടെ, വെള്ളം ഇറങ്ങട്ടെ, നമുക്ക് പോകാം, നല്ല അടിപൊളി ഐസ്ക്രീം വാങ്ങിച്ചു തരാം, ഇതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ മഴ പിന്നെയും വന്നു, പിന്നെയും ശക്തമായി. കുട്ടിക്ക് പനി വന്നു നമ്മൾ നെറ്റിയിൽ തുണി നനച്ചു വെക്കും. തുണി നനച്ചു വെച്ചു, ശരിയാവണില്ല, വീണ്ടും കൂടി. തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 104 ഡിഗ്രിയുടെ അടുത്താണ് കാണിക്കുന്നത്. കുട്ടി ഓൾമോസ്റ്റ് വീക്കായി തുടങ്ങി, കണ്ണിലെ കളറ് ചെറുതായിട്ട് മാറുന്നു എന്നൊരു സംശയം. വെള്ളം, പക്ഷെ ഇതേ സമയത്ത് മഴ കൂടി, ഡാമുകൾ തുറന്നു, വെള്ളം കൂടി. ഇപ്പൊ മുട്ടോളം വെള്ളമുള്ളത് അരയോളം വെള്ളമായി. ഈ സമയത്ത് അദ്ദേഹം എന്ത് ചിന്തിക്കും? മഴയൊന്നും മാറട്ടെ, 2 ദിവസം കഴിയട്ടെ എന്ന് പറയുമോ, അതോ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും? നിങ്ങൾ ആ പൊസിഷനിലാണെങ്കിൽ എന്തു ചെയ്യും? എങ്ങനെ പോവും? നമ്മളിത് ആലോചിച്ച് നിൽക്കോ? അയ്യോ മഴയാണല്ലോ, എങ്ങനെ പോവും? എങ്ങനെയൊക്കെ പോവാം? നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ഐഡിയ തോന്നുന്നത്? എങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്?
ആ സമയത്ത് ഒരു ഓട്ടോ ഉണ്ടാവില്ല, ഒരു ടാക്സി കിട്ടില്ല, മേ ബി ഐസ്ക്രീം പാർലറിനേക്കാളും വളരെ ദൂരെയായിരിക്കാം ഹോസ്പിറ്റല്, ബട്ട് നൺ ഓഫ് ദാറ്റ് മാറ്റേഴ്സ്. അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം അവിടെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ലൈഫ്, അത് കുട്ടിയായിട്ടുള്ള ഒരു കമ്പാഷൻ, എൻ്റെ കുട്ടി എന്നുള്ള ആ ഒരു വികാരം, അതൊന്ന് ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഞാൻ ആ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു അച്ഛൻ്റെ വികാരം അല്ലെങ്കിൽ ഒരു അമ്മയുടെ വികാരം നിങ്ങൾ അച്ഛനോ അമ്മയോ ആയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുമ്പിൽ ഒന്നും ഒരു തടസ്സമല്ലാതായിട്ട് മാറും. എന്ത് വന്നാലും അതിനെ തരണം ചെയ്ത് നമുക്ക് ലക്ഷ്യം നേടാൻ തക്ക രീതിയിലുള്ള ശക്തി എവിടെ നിന്നറിയില്ല നമ്മളിൽ ഉള്ളിലേക്ക് വരും. യെസ് ഓർ നോ? ഇത് ആ കേസിൽ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ എന്ത് ശക്തമായിട്ടുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യത്തക്ക രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മാർച്ച് 23 മെട്രേസ് ഡേ എന്നാണ് പറയാ. ഭഗത് സിംഗും രാജ്ഗുരും സുഖ്ദേവിനെയും തൂക്കിലേറ്റ ദിവസമാണ്. ഭഗത് സിംഗിന് 24 വയസ്സുള്ള സമയത്താണ് ആ വ്യക്തിയെ തൂക്കിലേറ്റത്. ആ വ്യക്തിക്കും തൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ഫാമിലി ഉണ്ട്, അമ്മയുണ്ട്. പക്ഷെ അതിനേക്കാളും ഒക്കെ ഒരു വലിയ ശക്തമായിട്ടുള്ള ഒരു സ്വപ്നമാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത്. അത് സ്വാതന്ത്ര്യമാണ്. എന്തായിരിക്കും സ്വന്തം മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ അവരുടെ ഉള്ളിൽ വന്നിട്ടുള്ള വികാരം. ആ സമയത്ത് എന്തൊരു കാര്യവും ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെക്കുന്ന സമയത്ത് തരണം അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ട് കുറെ പ്രതിസന്ധികൾ ഉണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ യൂത്തിനെ ഇൻസ്പയർ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഇതിന്റെ രംഗ് ദേ ബസന്തി എന്ന് പറയുന്ന സിനിമയിൽ ഇദ്ദേഹം ഭഗത് സിംഗിനെ ജയിലിൽ വെച്ച് നോക്കിയിരുന്ന വാർഡൻ എഴുതിയൊരു ഡയറിയെ പറ്റി പറയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ 2 തരത്തിലുള്ള ആൾക്കാരെയാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് പേടിച്ചുകൊണ്ട് മരണത്തിൽ പോവുകയും പിന്നെ ഒന്ന് സൈലന്റ് ആയിട്ട് മരിക്കുകയും. എന്ന് വെച്ചാൽ തൂക്കിലേറ്റാൻ പോകുന്ന സമയത്ത് പേടിച്ച് കരഞ്ഞ് നിലവിളിക്കുന്ന ആൾക്കാരുണ്ടാവും. 2 സൈലന്റ് ആയിട്ട് ഒന്നും പറയാനില്ലാതെ നിർവികാരനായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് ഭഗത് സിംഗിനെ തൂക്കിലേറ്റ സമയത്ത് ഞാൻ 3ാമത്തെ തരത്തിലുള്ള ആൾക്കാരെ കണ്ടു. ദർ നത്തിങ് ബട്ട് ചിരിച്ചുകൊണ്ട് തൂക്കിലേറ്റുന്ന വളരെ റയർ ആയിട്ടുള്ള ഒരു വർഗം, റയർ ആയിട്ടുള്ള ആൾക്കാർ ചിരിച്ചുകൊണ്ട്. കാരണം ഇന്ത്യൻ യൂത്തിനെ ഇൻസ്പയർ ചെയ്യുക, ഒരു എക്സാമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യുക, ഒരു മാതൃരാജ്യത്തിന്റെ വാല്യൂ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ള അവരുടെ സ്വപ്നത്തില് ഒന്നും ഒരു പ്രശ്നമായിട്ട് മാറി. ഞാൻ പറഞ്ഞു, ഇവരൊക്കെ സ്വന്തം മാതൃരാജ്യത്തിനോട് ഇത്രയധികം ചെയ്യാൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും വരും തലമുറയ്ക്കും ഒരു ഭാവിക്ക് വേണ്ടി ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ശക്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുമല്ലേ? ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം ഒന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു ട്രയൽ ആൻഡ് എറർ നടത്താനില്ല. ഈ ജന്മം എന്തായാലും ഇങ്ങനെ പോയി, നമുക്ക് അടുത്ത ജന്മം നോക്കാനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നേ ഉള്ളൂ. നമ്മുടെ ഈ ലൈഫിൽ ശക്തമായിട്ടുള്ള മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഇന്നിവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. യെസ് ഓർ നോ? യെസ് ഓർ നോ? ലൈഫ് ഈസ് ഓൺലി വൺസ്. ഓരോ നിമിഷത്തിനും അതിൻ്റെ വാല്യൂ ഉണ്ട്. ആ നിമിഷം നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി മനസ്സിലാക്കുക, അത് ഏറ്റവും വില പിടിച്ചിട്ടുള്ള സാധനം. ഇന്ന് ലോകത്തെ ഏറ്റവും വില പിടിച്ച സാധനം സമയമാണ്. പൈസ പോയാൽ വീണ്ടും ഉണ്ടാക്കാം. നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചുണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നഷ്ടപ്പെട്ടു പോയ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചുണ്ടാക്കാനായിട്ട് സാധിക്കില്ല. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ വേൾഡ് ഈസ് ദ ടൈം. ദ മോസ്റ്റ് വാല്യുബിൾ മണി ഈസ് ദ ടൈം. സോ ആ ടൈമിനെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെ വെച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറയട്ടെ, what is the step 1? Definitely it's nothing but dream. അത്ര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള, അൺകോംപ്രമൈസ്ഡ് ആയിട്ടുള്ള, ബാക്ക്ഡ് അപ്പ് ബൈ ഫിയർ, അല്ലെങ്കിൽ ഒരു നടന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ, നിങ്ങൾ എന്താ വെച്ചാൽ ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ആ രീതിയിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രീം നമുക്കുണ്ടാകണം. ആ ഡ്രീം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനൊരു ഡേറ്റ് വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഡേറ്റ് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. റീസെന്റ് നമ്മുടെ ക്രൗൺ ഡയറക്ടർ നാരായണൻ ഏകദേശം ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വപ്നതുല്യമായിട്ടൊരു അപ്പാർട്ട്മെന്റ്സ് ബുക്ക് ചെയ്തു. സപ്പോസ് നിങ്ങളും ഒരു അപ്പാർട്ട്മെന്റ്സ്, നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ഡ്രീം അപ്പാർട്ട്മെന്റ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു, ഫെസിലിറ്റീസ് ചോദിച്ചു. അപ്പോൾ ഇഷ്ടം പോലെ ഫെസിലിറ്റീസിനെ പറ്റി പറയാനുണ്ട്. വളരെയധികം ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്തെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അല്ലെങ്കിൽ തിയേറ്റർ ഉണ്ട്, കുട്ടികൾക്കുള്ള അതിനുണ്ട്, പ്രൈവറ്റ് ലിഫ്റ്റ് ഉണ്ട്,
ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് അവർ തരിക. റേറ്റ് ഒക്കെ നോക്കുമ്പോൾ വളരെ റീസണബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ അത്ര കണ്ട് ത്രില്ലായി, നിങ്ങൾ പറഞ്ഞു ശരി അങ്ങനെ വെച്ചാൽ നമുക്ക് ബുക്ക് ചെയ്തേക്കാം. നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ സംസാരിച്ച് നിങ്ങൾ ചോദിച്ചു, അപ്പോൾ ഇത് എന്നാണ് ഇതിന്റെ വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക ചോദിച്ചു. അപ്പൊ അതേ മുന്നേ സാർ നമ്മളിത് പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ടാവും. അല്ല അപ്പോഴും ഏത് ദിവസം അല്ല അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അത് അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അല്ല എങ്കിലും ഒരു ഡേറ്റ് ഒന്ന് പറയാമോ? നമുക്ക് ഒരു മാസം, ഒരു കൊല്ലം? അല്ല അത് പെട്ടെന്ന് തരും. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ഡേറ്റ് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഫ്ലാറ്റ് വാങ്ങിക്കും. ഒന്ന് ചോദിച്ചു, ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഇല്ല, വാങ്ങിക്കില്ല. 50% ഡിസ്കൗണ്ട് വരുന്നു, വാങ്ങിക്കൂ. സി, എന്തിനും ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡേറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കില്ല. ഇപ്പൊ പല ആൾക്കാരും ഇന്നിപ്പോൾ പേപ്പറിലുണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡിന്റെ യൂസേജും ക്രെഡിറ്റ് കാർഡിന്റെ ഡിമാൻഡും വളരെ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനൊരു ലാസ്റ്റ് പേയ്മെന്റ് ഡേ ഇല്ലെങ്കിൽ ആ പേയ്മെന്റ് ആരെങ്കിലും ചെയ്യും? എന്തിനു പറയുന്നു? ഇലക്ട്രിസിറ്റി ബില്ല്, അതിനൊരു ഡേറ്റ് ഇല്ല. ഇല്ല, ടെലിഫോൺ ബില്ല്, അതിനൊരു ഡേറ്റ് ഇല്ല. പിന്നെ നമ്മളത് പേ ചെയ്യുന്നുണ്ടാവും. ഇത്ര കാര്യങ്ങൾ. ഒരു ക്രെഡിറ്റ് കാർഡിന് പോലും ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വപ്നത്തിന് ഒരു ഡേറ്റ് ഇല്ലെങ്കിൽ പിന്നെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഏതിനും ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഫൈനലൈസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അത് കൃത്യമായിട്ട് അതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഡേറ്റിന് കൊടുക്കാൻ സമയത്ത് നമ്മളൊരു മടി കാണിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. പലപ്പോഴും പല ആൾക്കാരും വിചാരിക്കും ഡേറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ ചെയ്ത് വർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ ടെൻഷൻ കൂടുമോ, പ്രഷർ കൂടുമോ, ഇതാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്. ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുന്ന കൂട്ടത്തില്, യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ ആൾക്കാർ രാവിലെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കും. അപ്പൊ ചോദിക്കും എന്താ കാര്യം ചോദിക്കും. അല്ലെ, പ്രഷർ വന്നില്ല എന്ന് പറയും. പേപ്പർ വായിച്ചും സിഗരറ്റ് അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടിയിട്ടാണ് ആൾക്കാർ പ്രഷർ വരുത്തുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഒരു പ്രഷർ ഇല്ലെങ്കിൽ രാവിലത്തെ കാര്യം അഥവാ ടോയ്ലറ്റിൽ പോകാൻ പോലും നമുക്ക് സാധിക്കില്ല. പിന്നെ അപ്പൊ പ്രഷറിലെ കാര്യങ്ങൾ നടക്കുള്ളൂ. എന്നും ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹൗ ടു ഹാൻഡിൽ ദ പ്രഷർ. ഒരു നല്ല പ്രഷർ ഓവർകം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ എപ്പോഴും ഡെഫിനറ്റ്ലി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പേടിച്ച് നിന്നിട്ട് കാര്യമില്ല. ലെറ്റ്സ് പുട്ട് ഓൺ എ ഡേറ്റ് ഓൺ യുവർ ഗോൾ ആൻഡ് സെയിം ടൈം വാട്ട് യു ടു ഡു, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് അതിനെ എഴുതി വെക്കാനായിട്ട് സാധിക്കണം. These are the steps. പ്രത്യേകം ശ്രദ്ധിക്കുക, these are the steps. First, dream every day. Every day അതിനെപ്പറ്റി ചിന്തിക്കുക. നമ്മൾ രാവിലെ മിറാക്കിൾ മോർണിംഗ് ചെയ്യുന്നതിന്റെ ബേസിക് റീസൺ ഈ നിങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയർ ഡ്രീമിനെ വളരെയധികം ക്രിസ്റ്റൽ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അതിൽ ഡ്രീം എഴുതി വെക്കുക, പിക്ചറൈസ് ചെയ്യുക. അതിന്റെ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലത്ത് അത് ഒട്ടിച്ചു വെക്കുക. നിങ്ങൾ അത് ഡെയിലി കാണത്തക്ക രീതിയിൽ കണ്ണാടിയുടെ മുമ്പിൽ. പലപ്പോഴും തോന്നുന്നു, നമ്മൾ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്ത് നമ്മൾ സച്ചിന്റെയും ഷാറുഖ് ഖാന്റെ ഒക്കെ പടമാണ് ഞാൻ ഒട്ടിച്ചിരുന്നത്. പിന്നീട് ജോലി കിട്ടി, ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ജോലിയൊക്കെ കിട്ടി കാര്യങ്ങൾ നടക്കാണ്ടാവുമ്പോൾ പിന്നെ പ്ലാൻ ഉണ്ടാവുക എങ്ങനെ ഫണ്ട് എവിടെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതായി. പിന്നെ അതും പോയി, കാരണം സേവിങ്സും സാധിക്കില്ല. പിന്നെ കടങ്ങളുടെ ലിസ്റ്റായി. അപ്പൊ ഇത് തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി കടം കൂടിക്കൊണ്ടിരിക്കും. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് അത് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം, വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം, വെർബലൈസ് ചെയ്യാൻ സാധിക്കണം. പലപ്പോഴും പല ആൾക്കാരും സംസാരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പവർ ഓഫ് സ്പോക്കൺ വേർഡ് പല ആൾക്കാർക്കും അറിയില്ല. നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നടക്കുക. എപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ശരീരത്തിൽ നിന്ന് പല സാധനങ്ങളും പുറത്തു പോകുന്നുണ്ട്. രാവിലെ ടോയ്ലറ്റിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്, വിയർപ്പ് പോകുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ നിന്ന് എന്ത് സാധനം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ദുർഗന്ധമുണ്ട്. ഒരു സാധനത്തിനൊഴിച്ച്, വാക്ക്. ബാക്കി എല്ലാ സാധനവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പുറത്തു പോകുന്നതിനൊക്കെ ദുർഗന്ധമാണ്. ഈ വാക്ക് ഒരിക്കലും ദുർഗന്ധമാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അത് സ്വപ്നം ശക്തമാണെങ്കിൽ നമ്മൾ എപ്പോഴും സ്വപ്നത്തെ പറ്റി സംസാരിക്കുക. എനിക്ക് ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്, ഇവൻ എന്റെ കൂടെ കാറിൽ ട്രാവൽ ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാം, എവിടെ പോയാലും അപ്പൊ ഞാൻ പറയും, ഇതേ കാർ പോകും, ഇതെന്റെ കാറാ. അവരെന്നെ ഷോക്ക്ഡായി പോകും, ഇത് MG ഹെക്ടർ കുറെ ഇറങ്ങിയിട്ടില്ല എന്ന്. ഞാൻ എവിടെ നോക്കിയാലും MG ഹെക്ടേഴ്സ് ആണ്. കാരണം നമ്മുടെ സ്വപ്നം അത്രയും ശക്തമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒരു ഗോള് ശക്തമായിട്ട് വെക്കുകയും അതിനെ പറ്റി തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് മിറാക്കുലസ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ പലപ്പോഴും എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യും. നിങ്ങളുടെ സ്വപ്നം ശക്തമാക്കാൻ വേണ്ടി, നിങ്ങളുടെ സ്വപ്നം നേടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോ എന്ത് സ്വപ്നം നേടും എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ച്, ഒരു 90 ഡേയ്സിന്റെ ഗോള് കൃത്യമായിട്ട് എഴുതി വെച്ച് 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുക. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുക.
അത് നിങ്ങൾ ഡെയിലി കാണുക, നിങ്ങളുടെ അപ്ലൈന് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ കോർ ടീമിന് അയച്ചു കൊടുക്കുക. ഇത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാനുള്ളല്ലോ, പക്ഷേ കോർ ടീമിന് അയച്ചു കൊടുക്കുക. നൗ ഇറ്റ്സ് വെരി പബ്ലിക്. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ് ഓർ നോ? അപ്പൊ ഡെഫിനറ്റ്ലി നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് രാത്രി നമ്മൾ ചെയ്യേണ്ട കാര്യം, അടുത്ത 90 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ അപ്ലൈനും നിങ്ങളുടെ കോർ പ്ലേയേഴ്സിനും നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, സോ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് നത്തിങ് ബട്ട് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് പല ഭാഗങ്ങളുണ്ട്. കമ്മിറ്റ്മെന്റിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ബുക്സ്, ഓഡിയോ ആൻഡ് മീറ്റിംഗ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെഫിനറ്റ്ലി ആണ്. കാരണം ഈ ഞാൻ ബിസിനസ് പല വ്യക്തികളുടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയും, ഈ ബിസിനസ്സിൽ കിട്ടുന്ന സാമ്പത്തിക ലാഭത്തെക്കാളും അഡ്വാൻറ്റേജ് ഇതിൽ കിട്ടുന്ന അസോസിയേഷൻ ആണ്. ഈ അസോസിയേഷനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഇതിൽ കിട്ടുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ സപ്പോസ് ഒരു വ്യക്തിയായിട്ട് ഞാനിപ്പോ എന്തിനാണ് നമ്മൾ ഈ ബുക്സും ഫംഗ്ഷൻസും ടേപ്സും അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ഞാനും വൈഫുമായിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു ഫംഗ്ഷന് പോയി. ഫംഗ്ഷന് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇവളുടെ പേര് ശില്പ എന്ന രീതിയിൽ സംശയത്തിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, വൈഫിന് എന്ത് വികാരം നിങ്ങളോടുണ്ടാവും? ഡെഫിനറ്റ്ലി അവിടെ വെച്ചിട്ട് എന്തായി, ആ ബിലീഫ് ഫാക്ടറിനെ ബ്രേക്ക് ചെയ്തു. യെസ് ഓർ നോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണൽ നമുക്ക് നമ്മുടെ സ്വപ്നവും നമ്മുടെ എത്ര ബിലീഫ് ഫാക്ടർ അല്ലെങ്കിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ട്, 100% ബിലീഫ് ഫാക്ടർ ഉള്ള സമയത്താണ് നമുക്ക് അതിനോട് കൺവിക്ഷൻ ഉണ്ടാവുക. നമ്മുടെ കയ്യിലുള്ളത് മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്കൊരു 10 രൂപ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പേഴ്സണലി ഉള്ള സമയത്ത് 10 രൂപ തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പൊ തന്നെ എടുത്തു തരും. ആ സമയത്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അയ്യോ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയും. കാരണം ഉള്ളതേ നമുക്ക് കൊടുക്കാൻ സാധിക്കും. യെസ് ഓർ നോ? നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ബിലീഫ് ഫാക്ടർ ഉണ്ട്, നിങ്ങളുടെ സ്വപ്നവും ഈ ബിസിനസ്സും ഇതിന്റെ പ്രൊഡക്ട്സും തമ്മിൽ എത്രത്തോളം ബിലീഫ് ഫാക്ടർ ഉണ്ട്, അതാണ് ഈ ബിസിനസ്സിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. സോ ഇതിനു വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം, നമ്മൾ 100% കണക്റ്റഡ് ആവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ദാറ്റ്സ് നത്തിങ് ബട്ട് ഫസ്റ്റ് ബുക്സ്. ബുക്സ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഞാൻ പറയും, ക്രൗൺ ആകുന്ന സമയത്ത് നിങ്ങൾ വായിച്ചിരിക്കേണ്ട 6 പുസ്തകങ്ങളെ ഞാൻ പേര് പറയാം. ഈ 6 പുസ്തകങ്ങൾ വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഓട്ടോമാറ്റിക് ക്വാളിഫൈ ചെയ്യപ്പെടും. ദ ഫസ്റ്റ് ബുക്ക് ഈസ് നത്തിങ് ബട്ട് ഫസ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആർ ദി ആൻസേഴ്സ്. ചോദ്യങ്ങളാണ് ഉത്തരങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. ചില സമയത്ത് ഇൻവിറ്റേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് സംശയിക്കുന്ന സമയത്ത് പ്രൂവൺ ആയിട്ടുള്ള അലൻ പീസ് എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഓഥർ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരെ തപ്പി പോകേണ്ട കാര്യമില്ല, ആൾക്കാർ നിങ്ങളെ തപ്പി വരും. ഇത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രോസ്പെക്ടിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള പുസ്തകമാണ്. ദാറ്റ് ഇസ് നമ്പർ 1. ആൻഡ് നമ്പർ 2, മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. മാജിക് ഓഫ് തിങ്കിങ് ബിഗ്, വലുതായി ചിന്തിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ തിയറി സഹിതം എന്ന് പറഞ്ഞാൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ എവറസ്റ്റ് കയറാനുള്ള അല്ലെങ്കിൽ അത്രയും പോലും ജീവിതത്തിൽ എന്ത് നേടാനുള്ള വിശ്വാസ്യത നിങ്ങളെ മാറ്റുന്ന ഒരു പുസ്തകമാണ്. ദെൻ കംസ് തേർഡ് വൺ, ബിസിനസ് സ്കൂൾ. ഇതിനൊക്കെ മലയാളം അവൈലബിൾ ആണ്. 2-3 പുസ്തകത്തിന് ഇംഗ്ലീഷാണ്, ബാക്കി മലയാളം തൃശ്ശൂർ ഓഫീസിൽ തന്നെ അവൈലബിൾ ആണ്. ബിസിനസ് സ്കൂള് നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിന്റെ പൊട്ടൻഷ്യൽ കാണിച്ചു തരുന്ന ബിസിനസ് ആണ്. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് പല ആൾക്കാരും പലതും പറയുമ്പോൾ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതും ഇതിന്റെ ഭാവി എന്താണെന്നും ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പുസ്തകമാണ്. തേർഡ് ബുക്ക് ഇസ് നത്തിങ് ബട്ട് ബിസിനസ് സ്കൂൾ. ഫോർത്ത് ബുക്ക് അതെന്റെ ഇല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ കണ്ട സമയത്ത് ഓൺ സ്പോട്ട് അയാൾ എന്റെ നിന്ന് വാങ്ങിച്ചു പോയി. ദാറ്റ്സ് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി. ഫോർത്ത് ബുക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകമാണ് അത്. ഈ തോട്ട് പ്രോസസ്സും ലൈഫും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകമാണ്, മസ്റ്റ് ആയിട്ട് വായിക്കേണ്ടതാണ്. ദാറ്റ് ഈസ് എ ഫോർത്ത് ബുക്ക്. ആൻഡ് ഫിഫ്ത്ത് ബുക്ക്, 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. നമ്മൾ ലീഡർഷിപ്പ് ലെവലിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങളൊരു സ്റ്റാർ ആൻഡ് അബോവ് ആവുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് വായിച്ച് തുടങ്ങേണ്ട ഒരു പുസ്തകമാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. ആ സമയത്ത്, കാരണം ഈ ബിസിനസ് ഒരിക്കലും ഒരു പൊസിഷൻ ബേസ്ഡ്, ഇവിടെ ഒരു ബോസ് ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗൺലൈൻ്റെ അടുത്ത് ആധികാരികമായിട്ടൊരു അല്ലെങ്കിൽ അത് ചെയ്ത് നിർബന്ധിക്കുന്ന ലിമിറ്റേഷൻ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയാണ് അതിന് ഏറ്റവും നല്ലത്. ദാറ്റ് ഈസ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് വെരി ഇമ്പോർട്ടന്റ്, ദാറ്റ്സ് നത്തിങ് സിക്സ്ത് വൺ വെരി ഇമ്പോർട്ടന്റ്, രഹസ്യം, സീക്രട്ട്. മാജിക്കൽ ആയിട്ടുള്ള, ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയും. ഇപ്പോ ഷൈജോട്ടൻ കുറച്ചു മുമ്പ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഒരു നിമിഷം കൊണ്ടാണ് ഞങ്ങൾ കണക്റ്റഡ് ആയത്. കാരണം ഒരേ നിമിഷത്തില് ആ തട്ടുകടയിൽ അല്ലെങ്കിൽ ചായ കുടിക്കാനായിട്ട് ഷൈജോട്ടൻ ഞാനും ഒരേ സമയത്ത് എത്തി. കോയിൻസിഡൻസ്. ഈ കോയിൻസിഡൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
നമ്മുടെ ജീവിതത്തിൽ പലതരം മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് ലക്കിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ലക്ക് ഈസ് ക്രിയേറ്റഡ് ബൈ പീപ്പിൾ വിത്ത് എ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. സോ അവർക്കുള്ള പുസ്തകമാണ് ദ സീക്രട്ട്. ഇത് വായിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും, നമുക്ക് എങ്ങനെ കോയിൻസിഡൻസ് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുന്ന 6 ബുക്ക്. ആൻഡ് ഡെഫിനറ്റ്ലി ദർ ആർ മെനി അതർ ബുക്സ് ലൈക്ക് ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് ആൻഡ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇത് ഡെയിൽ കാർണഗിന്റെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ഫ്രണ്ട് സർക്കിളിലേക്ക് നിങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പുസ്തകമാണ്. ദെൻ അനദർ വൺ റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ്. റിച്ച് ഡാഡ് പുവർ ഡാഡ് നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി അഥവാ സാമ്പത്തികമായിട്ടുള്ള പരിജ്ഞാനം മാറി ചിന്തിക്കാൻ. ഇപ്പൊ പല ആൾക്കാരും കാർ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ചിന്തിക്കുമ്പോൾ കാർ ഒരു ലൈബിലിറ്റിയാണ്. അങ്ങനെ പല കാര്യങ്ങളും ESBI, എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ് ക്ലാസ് ഇൻവെസ്റ്റേഴ്സ്, ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും പറയുന്ന വേൾഡ് ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഈ വ്യക്തി ആയിരിക്കില്ല നിങ്ങൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ദെൻ CDs, ഓഡിയോ ആൻഡ് യൂട്യൂബ് ചാനൽ. ഇന്ന് CD-കൾ ആരും ഉപയോഗിക്കാറില്ല. നമുക്ക് മൊബൈലിൽ ഓഡിയോ ടേപ്സ് അവൈലബിൾ ആണ്. ഓഡിയോയിൽ പല ആൾക്കാരും വായിക്കാറുണ്ട്. ഈവൻ ടെലിഗ്രാമിൽ പോലും നമ്മൾ പല ടേപ്പുകളും ഷെയർ ചെയ്യാറുണ്ട്. യൂട്യൂബ് ചാനലിൽ നമുക്ക് ക്രൗൺ കോളേജിന്റെ ഒരു ലിങ്ക് തന്നെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഡെയിലി, നിങ്ങളിപ്പോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഞാൻ പറയും, പേപ്പറും കൊണ്ടുപോയിട്ട് ആ സമയം വെറുതെ നശിപ്പിക്കുന്നതിനേക്കാളും ഭേദം ആ സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിൽ ഒരു ചാനൽ ഒരു വീഡിയോ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. സോ റെഗുലർ ആയിട്ട് ഈ വീഡിയോസിലും അതിൽ ഓഡിയോസിലും നിങ്ങൾ കണക്റ്റഡ് ആകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചോളം അത്രയും ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിലെത്തും. ദെൻ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് വൺ സെമിനാർ, ഫങ്ഷൻസ് ആൻഡ് സൂം മീറ്റിംഗ്സ്. ഇന്ന് കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂം മീറ്റിംഗിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സൂം മീറ്റിംഗ് ഫങ്ഷൻസ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടുക. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, പല വ്യക്തികളും ഫങ്ഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് അവരുടെ ഡൗൺലൈൻസ് ഫങ്ഷൻസ് പ്രൊമോട്ട് ചെയ്യും, അറ്റൻഡ് ചെയ്യുകയും പിന്നെ അവരെക്കാളും എക്സൈറ്റഡ് ആയിട്ട് മാറുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഒരു ബിസിനസിന്റെ ഒരു വലിയ ബിൽഡിങ്ങോ അല്ലെങ്കിൽ പ്രൊഡക്ട്സോ അതിനേക്കാളും ഉപരി ഇതിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഇൻഫോർമേഷൻസും ആൾക്കാരുടെ ഫീലിംഗ്സും ആണ്. ഇന്ന് ഇപ്പൊ ഷൈജോട്ടിന്റെയും ലീലേച്ചിയുടെയും എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ട സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഫീലിംഗ്, പ്രത്യേകിച്ച് നിഷേച്ചിയുടെ ഒക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ തന്നെ മുമ്പ് കാണുന്ന വ്യക്തിയല്ല. മുമ്പ് നമ്മൾ കാണുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും മടിച്ചിരുന്ന ആൾക്കാർ ഇന്ന് ഇത്രയും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ആ ഫീലിംഗ്സ് ആണ്, അവരുടെ ട്രാൻസ്ഫോർമേഷൻ ആണ് പുറത്ത് കാണിക്കുന്നത്. അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി നമ്മൾ ഫങ്ഷൻസ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ദെൻ ഡെഫിനറ്റ്ലി ഇറ്റ് കംസ് നമുക്ക് വിന്നിംഗ് ടീമിന്റെ ആപ്സും ടൂൾസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. വിന്നിംഗ് ടീമിന് ഇഷ്ടം പോലെ അത് ഓൾ ഓവർ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യത്തക്ക രീതിയിൽ എല്ലാ സപ്പോർട്ടും അതിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് കംസ് പ്രൊഡക്റ്റ്. സ്റ്റെപ്പ് 3 ഇസ് നത്തിങ് ബട്ട് പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ബിസിനസിന്റെ ബാക്ക് ബോൺ. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പ്രൊഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ 100% പ്രൊഡക്റ്റ് യൂസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത്ര 100% പ്രൊഡക്റ്റ് എഴുതി വെക്കാനുള്ള റീസൺ? 100% പ്രൊഡക്റ്റ് യൂസ് ഒരു 99 പോരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ഹോട്ടൽ റൺ ചെയ്യാണ്. ഹോട്ടൽ റൺ ചെയ്യുന്ന സമയത്ത് ഉച്ചഭക്ഷണം നിങ്ങൾ തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ പോയിട്ടാണ് കഴിക്കുക. ഇത് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഹോട്ടൽ ആരെങ്കിലും വരുമോ? പോട്ടെ. ഇന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഞാൻ സപ്പോസ് ഒരു ബ്രാൻഡ്, ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ല, ഒരു തമാശയായിട്ട് എടുത്താൽ മതി. നമ്മളൊരു പതഞ്ജലിയുടെ മഹർഷി ഒരു ആശ്രമത്തിൽ പോയ സമയത്ത് നിങ്ങൾ അവിടെ താമസിച്ചു. അവിടുത്തെ ബാത്റൂമിൽ പോയ സമയത്ത് കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റാണ് കണ്ടത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കും, ചേട്ടാ ഇവർക്ക് ഇവരുടെ ടൂത്ത് പേസ്റ്റിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ് ആയിട്ടും എന്താണ്, പിന്നെ ബിസിനസ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത് ശക്തമായിട്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ്. സാറേ ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചു, അവനെല്ലാം ഓക്കെ ആയിരുന്നു, പിന്നെ എന്താണെന്ന് അറിയില്ല, പിന്നെ പുള്ളിക്കാരൻ ബിസിനസ് ഞാൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞത്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന്. അപ്പൊ എനിക്ക് അറിയുന്ന വ്യക്തിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു ചോദിച്ചു, എന്താ നിങ്ങൾ ബിസിനസ് എല്ലാം ഓക്കെ ആണ്, എന്തെങ്കിലും സംശയം ഉണ്ടോ, നമുക്ക് ബിസിനസ് സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആള് പറഞ്ഞു എനിക്ക് പ്രൊഡക്റ്റ് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല എന്ന്. അപ്പൊ അടുത്ത വഴിക്ക് ഞാൻ ചോദിച്ചു, അല്ല അത് നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ ബിസിനസ് പറഞ്ഞ സുഹൃത്തിന്റെ ബാത്റൂമിൽ പോലും വേറെ പ്രൊഡക്ട്സ് ആണ് കണ്ടത്. അപ്പൊ അദ്ദേഹം ഉപയോഗിക്കാത്ത പ്രൊഡക്ട്സിൽ എങ്ങനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും? അപ്പൊ പ്രൊഡക്റ്റ് നല്ലതെന്നാൽ ഒപ്പല്ലേ, പിന്നെ എങ്ങനെ ഈ ബിസിനസ് റൺ ചെയ്യും? ഈ ബിസിനസ് ഹോം മീറ്റിംഗ് നടത്തിയ വ്യക്തി അദ്ദേഹം പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് അദ്ദേഹം പ്രൊഡക്ട്സ് മാറ്റിയില്ല. ഡെഫിനറ്റ്ലി എന്താണ്, ഹോം മീറ്റിംഗിന് വന്ന സമയത്ത് അവർ ബാത്റൂം യൂസ് ചെയ്യും, അവിടെ വേറൊരു എക്സ് ബ്രാൻഡ് കാണുകയും ചെയ്തതോടുകൂടി വിശ്വാസ്യത പോയി.
സോ ഡെഫിനറ്റ്ലി ഇവിടെ 100% പ്രൊഡക്റ്റ് യൂസ് കമ്പൽസറി ആണ്. പ്രൊഡക്റ്റ് യൂസ് ഇല്ലാതെ നമുക്ക് ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ 100% മീൻസ് വെസ്റ്റ്, നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് വെസ്റ്റീജിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക, ആൻഡ് ക്രിയേറ്റ് 5 ലോയൽ കസ്റ്റമേഴ്സ്. 5 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ബിസിനസ് ആയിട്ട് അത് നാച്ചുറൽ ആയിട്ട് എടുക്കുക. നിങ്ങൾ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് വളരെ വേണ്ടപ്പെട്ട 2-3 പേരെടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവർ കസ്റ്റമേഴ്സ് ആവാൻ തയ്യാറായിരിക്കും. നിങ്ങൾക്ക് പ്രൊഡക്റ്റിൽ 100% ബിലീഫ് ഫാക്ടർ ഉണ്ടാവണം. എവിടെ എന്ത് കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്കുക. കൺവിക്ഷൻ ബിൽഡ്സ് എ ബിസിനസ്, കൺഫ്യൂഷൻ കിൽസ് എ ബിസിനസ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് 100% ഇൻഫോർമേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്, നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇറ്റ്സ് നത്തിങ് ബട്ട് ലിസ്റ്റ് ബിൽഡിംഗ്. ലിസ്റ്റ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് ഞാൻ കുറെ നേരം സംസാരിക്കുന്നു. നിങ്ങൾ നാളെ രാവിലെ കേൾക്കുന്ന ടേപ്പ് യൂട്യൂബ് ചാനലിൽ ശ്രീദാസിന്റെ ലിസ്റ്റ് ബിൽഡിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് കേൾക്കുമ്പോൾ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ വളരെ ഷോർട്ട് ആക്കിയിട്ട് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരും ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന കാര്യമാണ് ഈ ലിസ്റ്റ് ബിൽഡിംഗ്. നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് സംസാരിക്കും, ബിസിനസ് പറയല്ല, ഓക്കെ. അടുത്ത സ്റ്റെപ്പ് പറയുന്ന സമയത്ത് നമ്മൾ അവരെ ശരിയായ രീതിയിൽ ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ചലഞ്ച് വരുന്നത് 2-3 പേരുടെ അടുത്ത് അവർ സംസാരിക്കും, അവർ ഓട്ടോമാറ്റിക് പറയും ചേട്ടാ ഇത് നടക്കുമെന്ന് സംശയം കേട്ടോ, ഇത് പിന്നെ പതുക്കെ ഒരു മീറ്റിംഗിൽ വരില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഫോം വിളിച്ചെടുക്കില്ല. റീസൺ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഒരു കൺവിക്ഷൻ കിട്ടിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ശരിയായ രീതിയിൽ ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഭരതേട്ടൻ ശരിയായ രീതിയിൽ പറയാണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് അത്. നിങ്ങളുടെ മൊബൈൽ 500 അല്ലെങ്കിൽ 1000, 2000 പേരുടെ ഒക്കെ നമ്പർ ഉണ്ടാവും. നിങ്ങൾ ഇതിൽ ശരിയായ രീതിയിൽ നമ്പറിൽ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ശരിയായ രീതിയിൽ ഒരു ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരെ ലിസ്റ്റ് ചെയ്താൽ മേ ബി എത്ര ഉണ്ടാവാം, അത് 500 ഉണ്ടാവാം. അതിൽ നിന്ന് ആ 500 പേരുടെ പേര് നിങ്ങൾ എഴുതണം. അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സീരിയസ് ആവുന്നത് പല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്ന്, അദ്ദേഹത്തിന്റെ നീഡ്, ലൈഫിൽ ഒരു അംബീഷൻസ് ആണോ, സെയിം ടൈം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ മാർക്കറ്റിൽ. ദെൻ അദ്ദേഹത്തിന് മാൻ എന്ന് വേണം പറയാം, MAN. M സ്റ്റാൻഡ് ഫോർ മണി, A ഫോർ അതോറിറ്റി, N ഫോർ നീഡ്. ഈ രീതിയിൽ നമ്മൾ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുക. M സ്റ്റാൻഡ് ഫോർ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി എന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൽ ഒരു റൺ ചെയ്യാനുള്ള വർക്കിംഗ് ക്യാപിറ്റലെങ്കിലും ഒരു പരമദരിദ്രനായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് കടം വാങ്ങിച്ചിട്ടുള്ള ശീലമായിരിക്കും. ഇവിടെ വന്നിട്ട് അദ്ദേഹം കടം വാങ്ങിക്കുന്ന ഒരു ലെവലിലേക്ക് പോകും. സോ അതല്ല, ഈ ബിസിനസ്സിനെ സംബന്ധിച്ചോളം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ ക്ലാസ് ലെവലിലേക്ക്, അല്ലെങ്കിൽ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. M ഫോർ മണി, A ഫോർ അതോറിറ്റി. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഒരു സെൽഫായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇതുണ്ടാവണം. ആൻഡ് MAN, N ഫോർ നീഡ്, ആവശ്യം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ശരിയായ രീതിയിൽ നിങ്ങളൊരു 100 പേരിൽ നിന്ന് ഒരു 10 പേരെ ഐഡന്റിഫൈ ചെയ്യുക. അവരെ പേഴ്സണലി ചെന്ന് കണ്ട് സംസാരിക്കുന്ന സമയത്ത്, ഞാൻ വളരെ സീരിയസ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ബിസിനസ് ആണ്, ഇതില് ഈ 10 പേര് എന്നുള്ള രീതിയിൽ ലിസ്റ്റ് കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ ലിസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ലിസ്റ്റിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ വേൾഡിൽ ആയതുകൊണ്ട് ലോക്കലും ലോങ് ഡിസ്റ്റൻസും ഈവൻ ഇന്റർനാഷണൽ ലെവലിലും നമ്മൾ ബിസിനസ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ഫ്യൂച്ചർ ഇപ്പൊ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട്. ദെൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രണ്ട്സ്. ഈ ഒരു മോഡ്യൂൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, FRINDS. അതിനെ നമുക്ക് ശരിയായ രീതി നോക്കുകയാണെങ്കിൽ F സ്റ്റാൻഡ് ഫോർ ഫ്രണ്ട്സ്, R ഫോർ റിലേറ്റീവ്സ്, ആൻഡ് I ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ സ്കൂളിലെ ഒപ്പം പഠിച്ചിട്ടുള്ള സഹപാഠികൾ. ദെൻ E ഫോർ എഞ്ചിനീയേഴ്സ്, N ഫോർ നെയ്ബേഴ്സ്, ആൻഡ് D ഫോർ ഡോക്ടേഴ്സ്, S ഫോർ സ്ട്രേഞ്ചേഴ്സ്. പല ആൾക്കാരും പറയുന്നുണ്ട് എന്റെ ലിസ്റ്റ് കഴിഞ്ഞു, ഞാൻ ഇനി ആരുടെ അടുത്താ ബിസിനസ് പറയാന്നുള്ളത്. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, നിങ്ങൾ ഈ ഫ്രണ്ട്സ്, നിങ്ങളുടെ ടോട്ടൽ ഒരാളെ മുമ്പിൽ ഇരുത്തിയിട്ട് ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഫ്രണ്ട്സ് ഒരു 10 പേരുണ്ടാവാം, റിലേറ്റീവ്സ് 20-30 പേരുണ്ടാവാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒപ്പം പഠിച്ചിട്ടുള്ള കൊളീഗ്സ് അവരെ നോക്കുകയാണെങ്കിൽ ഒരു 30 പേരുണ്ടാവാം, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് എല്ലാം കൂടി എഴുതി കഴിഞ്ഞാൽ 100 പേരാണ്, അല്ലെങ്കിൽ എല്ലാം കൂടി എഴുതി 200 പേരാണ്. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള 130 കോടിയിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സ്ട്രേഞ്ചേഴ്സ് ആണ്. സോ ഇവിടെ നമുക്ക് ഇന്ത്യയിലുള്ളിടത്തോളം പ്രത്യേകം മനസ്സിലാക്കുക, നമ്മുടെ ഡാറ്റാബേസ് ഒരിക്കലും ഷോർട്ട് ആവുന്നില്ല. ഹ്യൂജ് പോസിബിലിറ്റി ആണ് നമ്മുടെ മുമ്പിലെടുത്ത്. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അത് എന്തും പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുക. ഈവൻ മേ ബി ചെറിയ സ്റ്റെപ്പ് ആയിരിക്കാം, പക്ഷെ ആ ഉപ്പിന് ഉപ്പില്ലെങ്കിൽ കറി നന്നാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഈ പറയുന്ന സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then comes next step, that is contact and invite.
ഇൻവൈറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ആൾക്കാരും ഇൻവിറ്റേഷനിൽ സ്ട്രഗിൾ ചെയ്യണത് അവിടെയാണ്. കാരണം അരവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറയുന്ന പോലെ നമ്മളൊരു ബിസിനസ്സിനെ പറ്റി ചെറിയൊരു ധാരണയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഇന്ന് പ്രത്യേകം മനസ്സിലാക്കുക, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി പല ആൾക്കാർക്കും കേട്ടുകേൾവി കൂടുതലാണ്, ശരിയായിട്ടുള്ള അറിയില്ല. കണ്ടതുണ്ട്, മനസ്സിലാക്കിയതുണ്ട്, രണ്ടും രണ്ടാണ്. പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിനെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ പറ്റി ചെറിയൊരു ധാരണ കൊടുക്കുമ്പോൾ ഈ കണ്ട ധാരണ എന്താണ്? ഇന്ന് ഒരു നല്ല കമ്പനി ഒരെണ്ണം ഉണ്ടെങ്കിൽ മിനിമം ഒരു 10 മോശം കമ്പനികളുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ആയിട്ടും വ്യക്തികൾ അറിഞ്ഞിട്ടുണ്ടാവാം മോശം കമ്പനിയെ പറ്റിയാണ്. ഇന്നലെ ഞാനൊരു ഹോം മീറ്റിംഗ് അറ്റൻഡ് എടുത്ത സമയത്ത് ഞാൻ മുമ്പിലിരുന്ന വ്യക്തി, അദ്ദേഹം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുച്ഛ മനോഭാവമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശരിയായ രീതിയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴാണ് ഓ ഇതാണല്ലോ എന്നുള്ള അദ്ദേഹത്തിന് അറിയുന്നത്. സോ ആയതുകൊണ്ട് തന്നെ ഇൻവിറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻവിറ്റേഷൻ സംബന്ധിച്ചോളം പ്രത്യേകം മനസ്സിലാക്കുക, ഒരു കൺവിക്ഷൻ അല്ലെങ്കിൽ ഒരു എനർജിയോട് കൂടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ എപ്പോഴും വർക്ക്ഔട്ട് ആവുള്ളൂ. കാരണം ആൾക്കാർ എപ്പോഴും നോക്കുന്നത് ആരുടെ ലൈഫിൽ അല്ലെങ്കിലേ കാര്യങ്ങൾ പ്രശ്നത്തിലാണ്. നിങ്ങളും ഇനി കുറെ കൺഫ്യൂഷനോട് കൂടിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങൾ കൂടുകയാണ്. സോ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പരിഹാരം കൊടുക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പരിഹാരമാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ ആ ബോധ്യമാണ് അവിടെ പാസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ സപ്പോസ് ഒരു സിനിമയ്ക്ക് ഇന്ന് ഇപ്പൊ ലാസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ പുലിമുരുകൻ ഒരു സിനിമ ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. പുലിമുരുകൻ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ഏത് പുലിമുരുകൻ ഇതൊക്കെ എന്തിട്ട് പോയെ കണ്ടാലോ എന്നൊക്കെ പറയണതും, മോഹൻലാലിന്റെ പടം അയ്യോ സൂപ്പർ രോമാഞ്ച വരുന്നത്, ടിക്കറ്റ് തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാ, വരില്ല നീ ഞാൻ പോവാ, എൻ്റെ 2 ടിക്കറ്റേ ഉള്ളൂ. ഇത് പറയുന്ന സമയത്ത് മുമ്പിലുള്ള ആള് സിനിമ കേട്ടോ എന്താന്നും കേൾക്കില്ല, അവര് ഇപ്പൊ വണ്ടി എടുത്ത് നിങ്ങളുടെ പിന്നാലെ വരാൻ റെഡിയാണ്. സി, നമ്മുടെ ഇൻവിറ്റേഷന് ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇവൻ ചെയ്യോ ആവോ, ഇവൻ എന്ത് കേൾക്കോ ആവോ, ഇവൻ എന്ത് പറയോ ആവോ, ഇത് കഴിഞ്ഞ് ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരിക്കലും നടക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈലി വളരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക. ഇൻവിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു പ്രോപ്പർ ഇൻവിറ്റേഷൻ അത് നിങ്ങളുടെ അപ്ലൈനോട് സംസാരിക്കാവുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബേസിക്കലി ചെയ്യാറുള്ള കാര്യം, ഒരു വ്യക്തിയായിട്ട് പേഴ്സണൽ ടോക്ക് നടത്തിയതിനു ശേഷം ഡയറക്റ്റ് വിളിച്ച് ബിസിനസിനെ പറ്റി പറയാറില്ല, പേഴ്സണൽ ടോക്ക് വിളിക്കും. പേഴ്സണൽ ടോക്ക് വിളിച്ചിട്ട് പറയും, അതെ ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത്, ഇപ്പൊ എന്താണ് വീട്ടിലെല്ലാവരും സുഖല്ലേ, ആന തേങ്ങ മാങ്ങ അതൊക്കെ സംസാരിച്ചിട്ട് ഒരു 1-2 മിനിറ്റ്, അതിലും കൂടുതൽ ഞാൻ സംസാരിക്കാറില്ല. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ടോപ്പിക്കിലേക്ക് വരും. ഞാൻ ഇപ്പോൾ വിളിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ്. അപ്പൊ അതിൽ നമ്മൾ ഇത് പറഞ്ഞു, ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ള ഇൻഫോർമേഷൻ നമ്മൾ തുടക്കത്തിലേ പാസ് ചെയ്തു. അത് കഴിഞ്ഞ് പറയുന്നത്, ഞാൻ ഇപ്പൊ റീസെന്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്, ദാറ്റ് ഇൻ ടു ഡിസ്ട്രിബ്യൂഷൻ. അതില് ഞാൻ ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഒരു ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ്. തൻ്റെ ഏരിയയിൽ എനിക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട്, തനിക്ക് ഇത് ഒന്ന് എൻ്റെ കൂടെ ഒന്ന് അസോസിയേറ്റ് ചെയ്യാമോ? ഇപ്പൊ എടുത്തു വഴിക്ക് ആൾ ചോദിക്കാം, എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ട്, ഇത് നെറ്റ്വർക്ക് ആണോ, അതാണോ, ഇതാണോ, പല സംശയങ്ങൾ ചോദിച്ചു എന്ന് വരാം. എല്ലാത്തിനും അപ്പൊ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി അവിടെ പിന്നെ പോയി ആ ഇൻവിറ്റേഷൻ തന്നെ മോശമായി. അതേ സമയത്ത് നമുക്ക് അതേ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് പറയാം, അതെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് ഫോണിലൂടെയോ അല്ലെങ്കിൽ ഇപ്പൊ വഴിയിലാണ് നിങ്ങളൊരു വ്യക്തിയാണെങ്കിൽ വഴിയിലോ സംസാരിക്കാൻ സാധിക്കുന്നതല്ല. ഞാൻ ഇതിന്റെ ബിസിനസിന്റെ മാനേജ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ബിസിനസിന്റെ ഹയർ ഓഫീഷ്യൽസും ആയിട്ട് ഇമ്മീഡിയറ്റ് ഇപ്പൊ ഞാനൊരു മീറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഞാൻ ആ സമയത്ത് നിന്നെ വിളിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം, ഉറപ്പ് പറയണില്ല, ഉണ്ടെങ്കിൽ പ്രത്യേകം പറയണം, കാരണം ഞാൻ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വിളിക്കുന്നത്. എന്തായാലും നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ 1-2 മിനിറ്റ് അവരായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സംസാരിക്കുന്നതാണ്. ആ സംസാരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ലൈഫിൽ എങ്ങനെയുണ്ട് ബിസിനസ്, അല്ലെങ്കിൽ ജീവിതം എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ പെട്രോളിന്റെ വില കയറുന്നു, അങ്ങനെ 1-2 ടോപ്പിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും അവരുടെ ലൈഫിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ പറ്റി ഹിന്റ് ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഇൻവിറ്റേഷൻ ചെയ്യുക. അപ്പൊ ഇൻവിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന്റെ നീഡ് ഐഡന്റിഫൈ ചെയ്ത് അതിന് ആഭിമുഖ്യമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഓട്ടോമാറ്റിക് പറയും. ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പറയണം, നിനക്ക് വരാൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മുമ്പേ അറിയിക്കണം, കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് വിളിക്കുന്നത്, നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ആൾക്കാരെ കണക്ട് ചെയ്യണല്ലോ, കാരണം അത്ര പേരെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. മേ ബി നിങ്ങൾ 10-100 പേരെ വിളിക്കുന്നുണ്ടാവാം, പക്ഷെ ആ സമയത്തും ഓരോരുത്തരുടെ അടുത്ത് നിങ്ങൾ ഈ രീതിയിൽ പറയുമ്പോൾ ആ ഇമ്പോർട്ടൻസ് പാസ് ചെയ്യപ്പെടുകയും അതിലൂടെ അദ്ദേഹം വരികയും ചെയ്യും. സോ ഈ രീതിയിൽ ഓരോ ടെക്നിക്സുകൾ യൂസ് ചെയ്യുക, പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുക. പ്രൊഫഷണൽ ആയ സമയത്ത് ഈ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഈ കണ്ണ് എന്ന് പറയുന്ന സാധനം കാണാനുള്ളത് മാത്രമല്ല, അത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ അത് പുറത്ത് കാണിക്കും. നിങ്ങളുടെ ഉള്ളിൽ
തീക്ഷ്ണമായിട്ടുള്ള കത്തി ജ്വലിക്കുന്ന ഒരു സ്വപ്നമുണ്ട്, അതിന് വാശിയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ആ ഫീലിംഗ് അദ്ദേഹത്തിന് ഇതിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും. അതോടുകൂടി ഓട്ടോമാറ്റിക് അദ്ദേഹം ഇൻട്രസ്റ്റഡ് ആവുകയും ചെയ്യും. അല്ലാത്ത സമയത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി അയ്യോ ഞാനേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വ്യക്തി നിങ്ങളെ കേൾക്കുമോ? ഉടനെ ഇംപ്രഷൻ പോയി. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആ സമയത്ത് നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാന്നുള്ളത്. ദെൻ ലാസ്റ്റ് തിങ് ഞാൻ പറയുന്നത്, ഈ സ്റ്റെപ്പിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പേഷ്യന്റ് ആയിരിക്കണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം, ഹൈ പൊട്ടൻഷ്യൽ ആൾക്കാർ ചിലപ്പോൾ രണ്ട് മൂന്ന് ടൈപ്പാണ് ആൾക്കാർ. ചില ആൾക്കാർ തുറക്കുന്ന കേൾക്കുന്ന സമയത്ത് തന്നെ വരും, ചില ആൾക്കാർ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം, ഞാൻ ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നെറ്റ്വർക്കിനോട് കുറച്ച് പുച്ഛവും മനോഭാവമുള്ള ആൾക്കാർ ഒന്ന് വെയിറ്റ് ചെയ്തു. അവരെടുത്ത് ഞാൻ ബിസിനസ് ഷെയർ ചെയ്ത സമയത്ത് അവർക്കറിയാം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. കാരണം ഫേസ്ബുക്കിലായാലും നമ്മളൊന്നും ഒളിപ്പിച്ചിട്ടല്ല, നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിളിക്കുമ്പോൾ സമയത്ത് തന്നെ അവർക്കറിയാം ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് അവർക്കറിയാം. ഫോൺ എടുക്കില്ല, റെസ്പോണ്ട് ചെയ്യില്ല. നമ്മുടെ വളരെ റെസ്പെക്റ്റഡും, ഇപ്പൊ കുറച്ചു മുമ്പ് ബിന്ദോപ്പിൾ പറഞ്ഞു ഹൈ എനർജി കണ്ടിട്ടാണ്, ഞാൻ അദ്ദേഹത്തിന്റെ എനർജി കണ്ടിട്ടാണ് ബിസിനസ് ബിൽഡ് ചെയ്തത് എന്ന് പറയുന്ന ശ്രീദാസ് കടലൂർ ഏകദേശം 1.5 കൊല്ലം എന്റെ ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. ഞാൻ വളരെ പേഷ്യന്റ് ആയിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിന് വിളിക്കും. ചിലപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കില്ല, ഒരു വാട്സപ്പ് മെസ്സേജ്, ചിലപ്പോൾ ഒരു മോട്ടിവേഷണൽ മെസ്സേജ്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ്, ഒരു നല്ല രീതിയിൽ തമാശ തോന്നുന്ന ഒരു ജോക്ക്, ഇതൊക്കെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. പ്ലസ് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് അയക്കുന്ന സമയത്ത് അദ്ദേഹം ഫേസ്ബുക്കിലും എന്റെ ഗ്രോത്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ സക്സസ് അച്ചീവ് ചെയ്ത് കഴിയുന്ന സമയത്താണ് ഒരു മേജർ നമ്പർ വരിക. അപ്പോൾ ഒരു വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ലിസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിനെ കളയേണ്ട കാര്യമില്ല. പേഷ്യന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും പ്രോസ്പെക്ട് ചെയ്യല്ല, ഒരു റെഗുലർ ഗ്യാപ്പിൽ പ്രൊഫഷണൽ ആയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക. ഒരു ബിഗ് പ്ലേയേഴ്സ് ഡെഫിനറ്റ്ലി വന്നു കഴിഞ്ഞാൽ അവർ ഹ്യൂജ് ബിസിനസ് കൊണ്ടുവരും. അതേ രീതിയിൽ നമുക്ക് പേഷ്യന്റ് ആയിട്ട് അവരെ അപ്രോച്ച് ചെയ്യുക. നിങ്ങളുടെ ഗ്രോത്ത് അവരെ മെൻഷൻ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് ഹ്യൂജ് ആയിട്ട് ചെയ്യാൻ സാധിക്കുക. ദ നെക്സ്റ്റ് വൺ, ഷോ ദ പ്ലാൻ. ഷോ ദ പ്ലാൻ ആണ്. ഞാൻ ടെൽ ദ പ്ലാൻ എന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ ഷോ ദ പ്ലാൻ. നമ്മൾ ഈ ബിസിനസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഘടകം, നിങ്ങൾ ഇതിൽ എത്ര ഹയർ ലെവലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ബിസിനസ് എത്ര ഫാസ്റ്റ് ആയിട്ട് എത്ര പേരുടെ അടുത്ത് എത്ര ഷോർട്ട് ടൈമിൽ കൊടുത്തു തീർത്തു എന്നുള്ളതാണ് ഇതിന്റെ ആധികാരികത. നമുക്ക് പലപ്പോഴും ആലോചിച്ച് സ്ലോ ആയിട്ട് ഒരിക്കലും ആ രീതിയിൽ ബിസിനസ്സിൽ ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ വിജയിച്ചിട്ടുള്ള ഷൈജോട്ടന്റെ അടുത്തോ ലീനേച്ചിയുടെ അടുത്തോ ബിന്ദോപ്പോളുടെ അടുത്ത് സംസാരിച്ചാലും അവർ ആ ഗോള് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്ന സമയത്തിനിടയിൽ അവർ എടുത്തിട്ടുള്ള എഫേർട്ട് കംപ്ലീറ്റ് ബിസിനസ് പ്ലാൻ ഷെയർ ചെയ്യാനാണ്. ഈ ബിസിനസ് മോഡൽ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അഥവാ നമ്മുടെ കൺസ്യൂമർ നെറ്റ്വർക്ക് എക്സ്പാൻഡഡ് ആവുന്നത്. അത് എക്സ്പോണൻഷ്യൽ റിസൾട്ട് ആണ് നമുക്ക് കൊണ്ടുവരുന്നത്. സോ ആയതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ കമ്പനി നിങ്ങൾക്ക് എന്തും ചെയ്തു തരും, പക്ഷെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ബിസിനസ് നിങ്ങളാണ് ഷെയർ ചെയ്യേണ്ടത്. നിങ്ങളുടെ അപ്ലൈൻ മേ ബി നിങ്ങളുടെ കൂടെ വരുന്നുണ്ടാവും, 1-2 ബിസിനസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ മൊബൈൽ നോക്കിയോ വാട്സപ്പ് നോക്കിയോ യൂട്യൂബ് നോക്കിയോ സമയം കളഞ്ഞാൽ സുഹൃത്തെ, നിങ്ങൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ശോഭന സുന്ദരമായിട്ടുള്ള ഭാവിയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. നിങ്ങൾ അപ്ലൈൻ ബിസിനസ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അപ്ലൈൻ വന്ന് ബിസിനസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എലമെന്റ് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് പറ്റുമെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുക, അത് കേൾക്കുക, വീണ്ടും കേൾക്കുക. 3ാമത്തെ പ്രാവശ്യം നിങ്ങളുടെ അപ്ലൈന്റെ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിരിക്കണം, മതി ഇനി ഞാൻ പ്രസന്റ് ചെയ്യാം, എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്താൽ മതി, അവസാനം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഷൈജോർഡൻ ക്രൗണായി. എന്തുകൊണ്ട്? അദ്ദേഹം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു. ഞാനും ഷൈജോർഡനും കൂടി വർക്ക് ചെയ്യുന്ന സമയത്ത്, വർക്ക് തുടങ്ങിയ സമയത്ത് എനിക്ക് ബോംബെയിലെ ബിസിനസ്സും ഇവിടുത്തെ ബിസിനസ്സും പിന്നീട് ഇങ്ങോട്ട് ചേരുന്ന സമയത്തും ഒരേ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്താൻ സാധിക്കില്ല. അതും ഒരിക്കലും, കാരണം അന്ന് ഡിജിറ്റൽ മീഡിയ പോലും നമ്മളൊന്നും യൂസ് ചെയ്തിരുന്നില്ല. ഡിജിറ്റൽ മീഡിയ ആണെങ്കിലും നമുക്ക് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നേരിട്ട് തന്നെ പോകണം. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ തന്നെ സംസാരിച്ചു. അവസാനം ഷൈജോർഡൻ തന്നെ അവസാനം പറഞ്ഞു, ഞാൻ അയാൾക്ക് പ്ലാൻ കൊടുത്തു, ഞാൻ ഇയാൾക്ക് പ്ലാൻ കൊടുത്തു എന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തുടങ്ങി. ദാറ്റ്സ് ഹൗ അപ്പോഴേ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു, ഹീസ് എ ക്രൗൺ സ്റ്റെപ്പ് ആൻഡ് ഡെഫിനറ്റ്ലി ഹീസ് എ ക്രൗൺ. സോ നമ്മൾ ബിസിനസ് പ്ലാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഷോ ദ പ്ലാൻ പ്രസന്റേഷൻ പല രീതിയിലാണ്. 1-to-1, ഹോം മീറ്റിംഗ്, ഹാൾ മീറ്റിംഗ് ആൻഡ് സൂം മീറ്റിംഗ്. അതിൽ 1-to-1 ഡെഫിനറ്റ്ലി, മെനി ടു വൺ അല്ല. നിങ്ങളുടെ അപ്ലൈൻ്റെ അപ്ലൈൻ 3-4 പേരും കൂടിയിട്ട് ഒരാളെ ചെന്ന് കണ്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഡ്യൂപ്ലിക്കേറ്റ് പെടും. നിങ്ങൾക്ക് പിന്നെ ഇതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. സോ ഡെഫിനറ്റ്ലി 1-to-1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് 1-to-1, 1-on-1 അതാണ് പറയേണ്ടത്. ഹോം മീറ്റിംഗ്, ഈ ബിസിനസിന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് മോഡൽ ഹോം മീറ്റിംഗ് ആണ്. ഡ്യൂപ്ലിക്കേറ്റബിൾ മോഡൽ. ഒരു വ്യക്തിയായിട്ട് സംസാരിച്ച് നിങ്ങൾ അദ്ദേഹത്തിന് അവിടെ ഹോം മീറ്റിംഗ് നടത്തുന്ന സമയത്താണ് ബിസിനസ്. കാരണം അവിടെ ഒന്ന് തിണ്ണബലം ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി നിങ്ങളുടെ ഡൗൺലൈനിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആധികാരികതയുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് അദ്ദേഹം കൂടുതൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കും. ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്,
നമുക്ക് കൺട്രോൾ ഉണ്ട്, നമുക്ക് മീറ്റിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പട്ടി, കുട്ടി, ചട്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഉണ്ടാവുക, നമ്മൾ നല്ല ഡ്രസ്സിലായിട്ട് ഉണ്ടാവുക. ഈ രീതിയിലാണ് നമ്മൾ ഹോം മീറ്റിംഗ് ചെയ്യുന്നത്. ദെൻ ഹോൾ മീറ്റിംഗ് ഡെഫിനറ്റ്ലി കോവിഡ് കാരണം നമുക്കിപ്പോൾ ഹോൾ മീറ്റിംഗ് കുറച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഹോം മീറ്റിംഗ് അതിന്റെ ആംബിയൻസിന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഇതിന്റെ കൂടുതൽ ലീഡർഷിപ്പോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങൾ നമ്മൾ ഒരു പരിധി വരെ സൂം മീറ്റിംഗിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ വെച്ച് നമുക്ക് പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഷെയർ ചെയ്യണം. ദെൻ പ്രൊഡക്റ്റിന്റെ അഡ്വാൻറ്റേജ്, അതേപോലെ എന്തെങ്കിലും ഒരു അവർക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ സമയത്ത് തന്നെ ചെയ്യാവുന്നതാണ്. കാരണം സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയുടെ അടുത്ത് ബിസിനസ് പറഞ്ഞ് ജോയിൻ ചെയ്യിച്ചു എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ. അദ്ദേഹം ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ അദ്ദേഹത്തെ ശരിയായ രീതിയിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യിക്കുമ്പോഴാണ്. ഈ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവിടെയാണ് ആ വ്യക്തി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. കാരണം നിങ്ങളൊരു ബിസിനസ് ഷെയർ ചെയ്ത സമയത്ത് ഈ ബിസിനസ് ചെയ്യാമെന്നുള്ള തീരുമാനം എടുക്കുന്നത് മുതൽ പിന്നീട് അദ്ദേഹം കാണുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം അദ്ദേഹത്തിന്റെ സ്വന്തം ബിസിനസ് ആയിട്ടാണ്. അപ്പൊ ഇവിടുന്ന് ഡ്യൂപ്ലിക്കേഷൻ കൂടും. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ, അദ്ദേഹത്തിന്റെ ഡ്രീം ഐഡന്റിഫൈ ചെയ്യുക ആ രീതിയിൽ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അർജൻസി ഈസ് ദ കീ. നിങ്ങൾ ആലോചിച്ചിട്ട് പറയൂ കേട്ടോ, ഡൺ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ അവിടെ പോയി ചെന്നിട്ട് അവിടെ വെറുതെ എന്തെങ്കിലും കത്തി കഴിഞ്ഞ് ചാരം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാനുണ്ടാവും, ആ ചൂടൊക്കെ പോകും. എന്നും മനസ്സിലാക്കുക, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ മീഡിയനെ എടുത്തു നോക്കുക. കോവിഡ് തുടങ്ങിയ സമയത്ത് ഒരു കേസ് വന്നപ്പോൾ പോലും അത് ഹെഡ്ലൈൻ ആയിരുന്നു. ആദ്യത്തെ 100 കേസ് വന്നപ്പോൾ അത് ഹെഡ്ലൈൻ ആയിരുന്നു. ആദ്യത്തെ 1000 വന്നപ്പോൾ ഹെഡ്ലൈൻ ആയിരുന്നു. ഇന്ന് എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ തപ്പണം. പേപ്പറിന്റെ ഏതൊരു മുക്കിലോ മൂലയിലാണുള്ളത്. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം അതൊരു മനുഷ്യരുടെ സ്വഭാവമാണ്. ഒരു ഇൻസിഡന്റ്, ഒരു എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹത്തിന് ഒരു ശ്രദ്ധ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവും. അപ്പൊ നിങ്ങളൊരു വ്യക്തിയുടെ അടുത്ത് ബിസിനസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഓൺ സ്പോട്ട് അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ? ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പർച്ചേസ് ഓഫറിൽ മിനിമം നമ്മളൊരു 100 PV കമ്പനി ഇത്രയധികം ഓഫർ അടക്കം തന്ന സ്ഥിതിക്ക് 100 PV മിനിമം എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് നമുക്ക് ശരിയായ രീതിയിൽ അടുത്ത ലെവലുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ഞാൻ ഈ പറഞ്ഞ എലമെന്റ് ഗെറ്റിംഗ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിന്റെ ഡ്രീം ഐഡന്റിഫൈ ചെയ്ത് അദ്ദേഹത്തിന് എന്തിനു ഈ ബിസിനസ് ചെയ്യണം, ഈ വൈ പാർട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാർക്കും അത് പല ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക. അതുകൊണ്ടാണ് പല വ്യക്തികളും ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ സീരിയസ് ആവുന്നത്. പക്ഷെ അതേ സമയത്ത് ഈ വൈ പാർട്ട് നമുക്ക് തുടക്കത്തിലേ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവര് ഇമ്മീഡിയറ്റ് ബിസിനസ് സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യും. സോ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, പ്രോപ്പർ ആക്ടിവേഷൻ, ശരിയായ രീതിയിൽ ഇതിൽ ഫസ്റ്റ് പർച്ചേസ് ഓഫർ, അതേപോലെ ഫാസ്റ്റ് സ്റ്റാർട്ട്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെയെങ്കിലും ഒരു 1000 രൂപയോ എങ്ങനെയെങ്കിലും ജോയിൻ ചെയ്യിക്കലോ, അല്ലെങ്കിൽ നീ ജോയിൻ ചെയ്തോ പിന്നെ പർച്ചേസ് ചെയ്താൽ മതി, കൃത്യമായിട്ട് പറയണം. ഒരു വ്യക്തി പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് പറയാം, അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ രജിസ്റ്റർ ചെയ്യണ്ട, കാരണം ഈ ബിസിനസ് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് വേണമെങ്കിൽ ഞാൻ തന്നേക്കാം. ആ വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് ആൾക്കാർ സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യുള്ളൂ. ഒരു വ്യക്തി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ഫസ്റ്റ് പർച്ചേസ് ഓഫറിൽ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ടീം മീറ്റിംഗിൽ അദ്ദേഹത്തെ അപ്ലൈനായിട്ട് കണക്ട് ചെയ്യുകയും ആ ടീം മീറ്റിംഗിൽ വെച്ച് ഫാസ്റ്റ് ആയിട്ട് 8% എലൈറ്റ് ക്ലബ്ബ്, എയർ പ്യൂരിഫയർ പർച്ചേസ് ചെയ്തിട്ട് എലൈറ്റ് ക്ലബ്ബ്, ഡബിൾ എലൈറ്റ്, ഇവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ മുമ്പേ പറഞ്ഞുപോയിട്ടുള്ള ഫാസ്റ്റ് സ്റ്റാർട്ടിനോട് അവർ ഇൻട്രസ്റ്റ് കാണിക്കുകയും ഓട്ടോമാറ്റിക് അത് മാറിത്തീരുകയും ചെയ്യും. സോ ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസത്തിൽ തന്നെ ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് ആക്കുക, പക്ഷെ എത്രയും പെട്ടെന്ന് അവർ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ദെൻ ഒരു മീറ്റിംഗിന്റെ ഏറ്റവും വലിയ ഘടകം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഹോം മീറ്റിംഗോ ഒരു വ്യക്തിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ് നെക്സ്റ്റ് ഹോം മീറ്റിംഗ്. ഒരു മീറ്റിംഗിന്റെ പർപ്പസ് തന്നെ നെക്സ്റ്റ് മീറ്റിംഗ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു ഹോം മീറ്റിംഗിന് വന്നു, 4 പേര് വന്ന് സംസാരിച്ചു, അതിൽ ഒരു വ്യക്തി ആക്ടിവേറ്റ് ആയി, അപ്പൊ ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയുടെ അടുത്ത് എന്ന് ഹോം മീറ്റിംഗ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഡെഫിനറ്റ്ലി കോവിഡ് എല്ലാ നിബന്ധനകളും ഫോളോ ചെയ്തിട്ടുകൊണ്ടായിരിക്കണം, പക്ഷെ എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഡിജിറ്റലി പേഴ്സണലി അവരെ കണക്ട് ചെയ്യുകയും പിന്നീട് ഡിജിറ്റലി അവരെ എൻഹാൻസ് ചെയ്യുകയാണ്. അവർക്ക് ഇൻഫോർമേഷനും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ഡിജിറ്റലി വളരെ ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഫസ്റ്റ് പേഴ്സണൽ ടച്ച് നമ്മൾ നേരിട്ട് കാണുമ്പോൾ പേഴ്സണൽ ടച്ച് നമുക്കത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ ഒരു വ്യക്തിയെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് മിനിമം 5 ഹോം മീറ്റിംഗ് എങ്കിലും ഫിക്സ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ സിസ്റ്റം, ഈ 10 കോർ സ്റ്റെപ്പ് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് അമേസിംഗ് ആണ്. ഞാൻ ഇന്ന് ബോംബെയിൽ വന്നിട്ട് ഇത്രയും കൊല്ലമായിട്ടും ബിസിനസ് വർക്ക് ചെയ്യാൻ വിളിച്ചത് സിസ്റ്റം ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. സോ അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് യൂട്യൂബ് ചാനലിൽ അത് വീഡിയോസ് അവൈലബിൾ ആണ്.
നമുക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ ടീം ലെവലിൽ ചെയ്യാം. അതേപോലെ അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് നമ്പർ 8 is a counseling with your upline. അപ്ലൈൻ്റെ അടുത്ത് കൗൺസിലിംഗ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഈ ബിസിനസ്സിൽ ഹയർ ലെവൽ നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈൻ ഈസ് ദ കീ. വിത്തൗട്ട് അപ്ലൈൻ യു വോണ്ട് ബി ഏബിൾ ടു ഡു എനിത്തിങ്, ദാറ്റ്സ് ഫോർ ഷുവർ. ഉറപ്പിച്ച് ഞാൻ പറയാം. പട്ടം, നമുക്കറിയാം ഉയരങ്ങളിലേക്ക് പോകുന്നു, ഉയരങ്ങളിൽ പോയ പട്ടത്തിന് അഹങ്കാരം വരികയാണ്, ഇനിയിപ്പോ ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ ചരട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം പട്ടം മൂക്കുത്തി താഴുമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്ത് നമുക്ക് അതിന് ശരിയായ രീതിയിൽ ഡയറക്ഷൻ തരുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ അപ്ലൈൻ ആണ്. അപ്പോൾ ഈ അപ്ലൈന്റെ പ്രാധാന്യം എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് അപ്ലൈൻ, ഗ്രോയിങ് അപ്ലൈൻ. ഈ ഗ്രോയിങ് അപ്ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൂസ് യുവർ അപ്ലൈൻ? ആരാണ് നിങ്ങളുടെ മെന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊട്ടുമുകളിൽ നിങ്ങളുടെ സ്പോൺസർ തന്നെ നിങ്ങളുടെ മെന്റർ ആയിക്കൊള്ളണമെന്നില്ല. ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് അപ്ലൈൻ. ഇപ്പൊ ഷൈജോട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു, ഷൈജോട്ടൻ ഭരതേട്ടന്റെ പേര് മെൻഷൻ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്പോൺസർ ഞാനാണ്, അപ്ലൈൻ ഞാനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മെന്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട്, കാരണം അദ്ദേഹത്തിന്റെ എന്റെയും ഏജ് ഡിഫറൻസും അതേപോലെ തന്നെ എക്സ്പീരിയൻസും വെച്ച് ഭരതേട്ടൻ നല്ല രീതിയിൽ അദ്ദേഹത്തിന് മെന്റർഷിപ്പ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിലൊരു ഈഗോ കണക്കാക്കേണ്ട കാര്യവുമില്ല. കാരണം നമ്മൾ കളക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് ആണ് ചെയ്യുന്നത്. സോ മെന്റർ ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് മെന്റർ നിങ്ങളെ പേഴ്സണലി ടൈം തരത്തക്ക രീതിയിലും മെന്റർ ഇസ് എ മസ്റ്റ്. നിങ്ങളുടെ ഗ്രോത്തിനും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. Then communicate with your upline, communicate with your downline. Communication is very important. ഞാൻ കമ്മ്യൂണിക്കേഷൻ പറ്റി മുമ്പേ പറഞ്ഞു. നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്യുമ്പോഴും നമ്മുടെ പേഴ്സണൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോഴും ഞാൻ പറയും നമ്മുടെ ശരീരത്തിൽ നിന്ന് കത്തിജ്വലിക്കുന്ന വാക്കുകളായിരിക്കും പുറത്തു വരുന്നുണ്ടാവുക. ഈ കൗൺസിലിംഗ് അത് വളരെ എഫക്ട് ചെയ്യും. Then next step is accountability. അക്കൗണ്ടബിലിറ്റി ഞാൻ പറയും നമുക്കൊരു വാല്യൂ ടീമിൽ കൊണ്ടുവന്നു തരുന്നത് ഈ ഒരു അക്കൗണ്ടബിലിറ്റി ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മളിപ്പോ ഒരു സെയിൽസിനല്ല പോകുന്നത്. നിങ്ങളൊരു ബിസിനസ് പറഞ്ഞ ഒരാളുടെ അടുത്ത് ബിസിനസ് ഇൻട്രസ്റ്റഡ് ആകുമ്പോൾ അവിടെ ഒരു ഡീല് നടക്കല ചെയ്യുന്നത്, അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലോങ് ടേം ബിസിനസ് ആണ്. ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് പീപ്പിൾ, വളരെയധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബിസിനസ്സിൽ വരികയും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ഒട്ടനവധി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒരുപക്ഷെ കുറ്റം പറയുന്നത് അവരുടെ അപ്ലൈനെയോ അല്ലെങ്കിൽ അവർ കുറ്റം പറയുന്ന സിസ്റ്റത്തെയോ ബിസിനസ്സിനോ ആയിരിക്കാം. പക്ഷെ എനിക്ക് പേഴ്സണലി അറിയാം, നിങ്ങൾ ഒരാളെ ചൂണ്ടുന്ന സമയത്ത് 3 പേരിൽ നിങ്ങളെ തന്നെയാണ് ചൂണ്ടുന്നത്. എനിക്ക് എന്റെ ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി വന്നതിന് ശേഷം നമുക്കറിയാം തുടക്കത്തിൽ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇന്ന പ്രശ്നം ഉണ്ടല്ലോ, നമ്മളത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഓട്ടോമാറ്റിക് പിന്നീട് ഒരു ഗ്യാപ്പ് വരുന്നു, ടീമിൽ ആൾക്കാർക്ക് വേണ്ടി ഗ്യാപ്പ് വരുന്നു. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം അക്കൗണ്ടബിൾ ആയിരിക്കണം. ഡു വാട്ട് യു സേ ആൻഡ് സേ വാട്ട് യു ഡു. ദാറ്റ് ഈസ് വളരെ സ്പെസിഫിക് ആയി നമുക്ക് പറയണമെങ്കിൽ ഡു വാട്ട് യു സേ ആൻഡ് സേ വാട്ട് യു ഡു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇതിലെ കാർഡിനൽ റൂൾസ് കഴിഞ്ഞ ക്രൗൺ കോളേജിൽ ലേഡീസ് സെഗ്മെന്റിൽ ശരണി നല്ല രീതിയിൽ എടുത്ത് ക്രൗൺ കോളേജിന്റെ വീഡിയോ ടേപ്പിൽ അവൈലബിൾ ആണ്. ഞാനത് കേൾക്കാൻ സ്പെസിഫൈ ചെയ്ത് പറയും. കാരണം ചെയ്യാൻ പാടില്ലാത്തും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ വാല്യൂ കൂടുന്നത്. ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ക്യാരക്ടർ പ്യുവർ ആകുമ്പോൾ മാത്രമാണ്, നിങ്ങളുടെ വ്യക്തി പ്രഭാവത്തിലാണ് അവർ നിൽക്കുക. സോ അതിന് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക് ആയിട്ടും പങ്ക്ച്വാലിറ്റി, ഇപ്പോൾ സ്ഥിരമായിട്ട് ലേറ്റ് ആകുന്നത് ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങളുടെ വാല്യൂ ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഹോണസ്റ്റ് ആയിരിക്കുക, ട്രൂത്ത്ഫുൾ ആയിരിക്കുക, ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യുക. ഇന്റഗ്രിറ്റിയാണ് ഞാൻ കുറച്ചും മുമ്പ് പറഞ്ഞത്, ഡു വാട്ട് യു സേ ആൻഡ് സേ വാട്ട് യു ഡു. സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് നിൽക്കുക. ഒരു തരത്തിലും സിസ്റ്റത്തെ ഡൈലൂട്ട് ചെയ്യരുത്. ഈ പ്രാവശ്യം ഇങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ. അതിന്റെ ചലഞ്ച് എന്താ വരുന്നത്? ഡെഫിനറ്റ്ലി അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ സിസ്റ്റത്തിന് വളരെ വാല്യൂ കൊടുത്തോണ്ടിരിക്കുക. ദെൻ ട്രാൻസ്പെറന്റ് ആയിരിക്കുക, വളരെ പ്ലീസിംഗ് ആയിരിക്കുക. ഇപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇപ്പോൾ നിങ്ങൾക്കൊരു ഹോം മീറ്റിംഗ് എടുക്കുന്നുണ്ട്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ സമയത്ത് നോ പറയാൻ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ യെസ് പറയും, പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ ചെന്ന് ബുദ്ധിമുട്ടാവുകയും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരാൻ പാടില്ല. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ തന്നെ നമുക്ക് ബിസിനസ് പോകണം. ദെൻ യു ഷുഡ് ബി എ റോൾ മോഡൽ ടു യുവർ ടീം. നിങ്ങളുടെ ടീമിന്റെ ഒരു റോൾ മോഡൽ നിങ്ങളായിട്ട് മാറുക. ദാറ്റ് ഈസ് സ്റ്റെപ്പ് നമ്പർ 9. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 10 is nothing but teachable, learnable, teachable and duplicatable. നമ്മുടെ ഈ ബിസിനസ് മോഡലിന്റെ വളരെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലേൺ ഡു ടീച്ച് ആണ് ഇതിന്റെ ബിസിനസ് മോഡൽ. ലേൺ ഡു ടീച്ച്. നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു പുറത്തുനിന്ന് വലിയ വലിയ സ്പീക്കറെ പൈസ കൊടുത്ത് വന്ന് ഇവിടെ സംസാരിക്കുന്നതായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതിന്റെ ബേസിക് റീസൺ എന്താണ്? അവര് ലേൺ ടീച്ചാണ്, ഡു ഇല്ല, ചെയ്യുന്ന പാർട്ടില്ല. അവർ പഠിക്കും, അവർ പഠിപ്പിക്കും. പക്ഷെ ഈ ചെയ്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ് യഥാർത്ഥ എക്സ്പീരിയൻസ്.
നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും വ്യക്തി സംസാരിക്കുന്ന സമയത്ത് ആ സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോഴേ സാധിക്കുള്ളൂ. സോ ഈ ബിസിനസ് മോഡൽ എപ്പോഴും ലേൺ ഡു ടീച്ച് ആണ്. നോളേജ്, ആക്ഷൻ, കമ്മ്യൂണിക്കേഷൻ. അതാണ് ശരിക്കും പറയേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ലേൺ പഠിക്കുന്നു, ആക്ഷൻ ചെയ്യുന്നു, ടീച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. നിങ്ങൾ നല്ലൊരു പ്രസന്റർ ആയിട്ട് ആവണം. ദെൻ ക്രിയേറ്റ് പ്രസന്റേഴ്സ് യൂസിങ് ദി സിസ്റ്റം. നമ്മുടെ ടീമിന്റെ ഉള്ളിൽ പ്രസന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ വരുന്ന വ്യക്തികളെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മളിത് ഫോളോ ചെയ്യുകയും നമ്മൾ ടീമിന്റെ റോൾ മോഡലായിട്ട് നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അവരത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റിയാണ് ഞാൻ ബിൽഡ് ചെയ്യുന്നത്. SP സാർ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഒരു കല്യാണോചന വരുന്ന സമയത്ത് അവൻ വിന്നിംഗ് ടീമിലെ ഡയമണ്ട് ആണ്, വിന്നിംഗ് ടീമിലെ ക്രൗൺ ആണ്, അപ്പൊ പിന്നെ പ്രശ്നമില്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ബിൽഡ് ചെയ്യപ്പെടുന്നത്. അത്രയും ഒരു സന്ത് ബില്യനർ, ഒരു കോടിപതിയാണ്, പക്ഷെ ഒരു സന്യാസിക്ക് തുല്യമാണ്. ഒന്നിനോടും അത്ര ആ രീതിയിലുള്ള കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ആണ്, പക്ഷെ വളരെ എളിമയോടുകൂടി, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട്, വളരെ പ്രോസ്പെരിറ്റിയെ പറ്റി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. അങ്ങനത്തെ വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യുക. സോ ഇവിടെയാണ് നമുക്ക് അഡ്വാൻറ്റേജ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ തിങ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്, ബി എ ഫംഗ്ഷൻ പ്രൊമോട്ടർ. ഈ ബിസിനസ്സിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, സ്പെഷ്യലി ഫങ്ഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ബിസിനസ് ഒരു ഹ്യൂജ് മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. ഫങ്ഷൻസ് ഈ ബിസിനസിന്റെ ഒരു ബൂസ്റ്ററാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് ഫങ്ഷൻസിലൂടെയാണ്. റെഗുലർ ഫങ്ഷൻസ് ഇപ്പൊ ഡിജിറ്റൽ ആയതോടുകൂടി വളരെ അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ ഈസി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. ഫംഗ്ഷൻ ടു ഫംഗ്ഷൻ ആണ് നമ്മൾ ഈ ബിസിനസ്സിൽ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ ഇന്നത്തെ ഫംഗ്ഷനിൽ ഈ ഫംഗ്ഷനിൽ എത്ര പേരുണ്ട്, അതിൽ നിന്ന് അടുത്ത ഫംഗ്ഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ഓർഗനൈസേഷൻ എത്ര പേരിലേക്ക് നിങ്ങൾക്ക് വളരാനായിട്ട് സാധിച്ചു. ഈ രീതിയിലാണ് നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് കണക്കാക്കാനായിട്ട് സാധിക്കുക. സോ എപ്പോഴും മനസ്സിലാക്കുക. ആൻഡ് ഈ 10 സ്റ്റെപ്പ് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. സിസ്റ്റം ഇസ് എ ഷോർട്ട് കട്ട് ടു സക്സസ്. ഈ ബിസിനസ്സിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി, ഏറ്റവും ഷോർട്ട് കട്ട്, ഏറ്റവും എളുപ്പമുള്ള വഴി ഈ 10 സ്റ്റെപ്പുകളാണ്. ഈ 10 സ്റ്റെപ്പുകൾ ശരിയായ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ലെവലിലേക്ക് വേണമെങ്കിലും നമുക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ 10 കോർ സ്റ്റെപ്പിനെ പറ്റി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബോംബെ പോലെ ടൗണുകളിലും അല്ലെങ്കിൽ എവിടെയൊക്കെ ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ എനിക്ക് റിട്ടയർ ചെയ്താലും റെഗുലർ ആയിട്ട് അവിടെ ബിസിനസ് നടക്കാനുള്ള റീസൺ മറ്റൊന്നുമല്ല. ഒരു ഓർഗനൈസേഷൻ ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ 10 സ്റ്റെപ്പുകളും വളരെ ശക്തമായിട്ട് ഫോളോ ചെയ്യുകയും ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതിന് അഡ്വാൻറ്റേജ് എന്താണ് ഉണ്ടായിട്ടുള്ളത്? അതിന് അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മൾ മാറുമ്പോഴും ഈ സിസ്റ്റം ഹോൾഡ് ദ ബിസിനസ്. സിസ്റ്റമാണ് അവിടെ ചെയ്യുന്നത്. എന്റെ 10 ഡെപ്തിലുള്ള ഒരു വ്യക്തി പോലും എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. കാരണം ഈ സിസ്റ്റം അദ്ദേഹം ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ എവിടെയോ അദ്ദേഹം ഒരു ഡൈലൂഷൻ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഞാൻ സ്വപ്നത്തിൽ തുടങ്ങട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസിന്റെ ഫ്യൂവൽ ഡ്രീമാണ്. ഈ ഡ്രീം ക്രിസ്റ്റൽ ക്ലിയർ ആക്കുന്നതോടുകൂടി, വൈ പാർട്ട് ക്ലിയർ ആക്കുന്നതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്യൂവലാണ് ആ ഡ്രീംസ്. സോ അത് ശക്തമാക്കുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ ഈ 10 സ്റ്റെപ്പുകൾ തുടക്കം വയ്ക്കുന്നത്. ആ ഡ്രീം നിങ്ങൾക്കില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് ഒരു ഉത്സാഹക്കുറവോ അല്ലെങ്കിൽ ആ ഒരു എനർജി കുറവോ ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയട്ടെ, ഫൈൻഡ് യുവർ ഡ്രീം. അതിന്റെ ഒരു വീഡിയോ എടുക്കുക, നിങ്ങളുടെ അപ്ലൈൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. ആ ഡ്രീം ആവട്ടെ. ഇന്ന് ഷൈജോടെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ ബാക്കിൽ അദ്ദേഹത്തിന്റെ ഡ്രീമിന്റെ കാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ, കാരണം സമൂഹം കാണണം, ഞാൻ കാണണം, എന്റെ കുടുംബം കാണണം. അതുകൊണ്ടാണ് ആ ബിസിനസ് ഗ്രോ ചെയ്യാൻ അദ്ദേഹത്തിന് ഉത്സാഹവും ഉന്മേഷവും തരുന്നത്. സോ ലൈഫ് നമുക്കൊന്നാണ്. ഇതിൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള അസുലഭമായിട്ടുള്ള ഒരു നിമിഷമാണ്, സമയമാണ് നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ളത്. ഇത് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ജീവിതത്തിന്റെ ഏത് ഉയരങ്ങളിലേക്കും കൊണ്ടുപോകത്തക്ക ഇതിൽ പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റം നമ്മുടെ കൂടെയുണ്ട്. വിന്നിംഗ് ടീമിന്റെ സിസ്റ്റത്തിനോടും ഭരതരൻ അടക്കമുള്ള വിന്നിംഗ് ടീം ലെജൻസിന് അല്ലെങ്കിൽ ലീഡർഷിപ്പിനോടും ഞാൻ എന്റെ നന്ദി കൂടി ഈ സമയത്ത് പറയട്ടെ. ഭരതേട്ടൻ എന്റെ അച്ഛനായിരിക്കാം, പക്ഷെ ഈ ബിസിനസ്സിൽ ഒരു അച്ഛനേക്കാളും കൂടുതൽ വാല്യൂ മെന്റർ ആയിട്ടുള്ള എന്റെ അപ്ലൈനും ഉണ്ട്. അതുകൊണ്ടാണ് എന്റെ വിജയരഹസ്യം ഉള്ളത്. സോ അതേ രീതിയിൽ നിങ്ങൾ ഈ സിസ്റ്റവും നിങ്ങളുടെ അപ്ലൈനെയും ശരിയായ രീതിയിൽ ഫോളോ ചെയ്യുക. ജീവൻ ഉയരങ്ങളിലേക്ക് നീങ്ങട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. സൂപ്പർ സെഷൻ. കൺഗ്രാറ്റുലേഷൻ സുധീഷ് മാർനാട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരും നന്ദി ചാറ്റ് ബോക്സിലൂടെ അതിശക്തമായിട്ട് തന്നെ അറിയിക്കുക.